ഹലോ, വെൽക്കം ടു സീ ചിയേഴ്സ്. ഇന്ന് മുരിങ്ങ ഇല മലോഷ്യം എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഒരു 2 കൈപ്പിടി നിറയെ ചെറുപയർ പരിപ്പ് എടുത്തിട്ട് നന്നായി കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പ്രഷർ കുക്കറിൽ നന്നായി കുക്ക് ചെയ്തെടുക്കണം. ഒരു മിക്സിയുടെ ജാറിൽ ഒരു 7-8 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും ഒരു 3-4 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് കുറച്ച് ജീരകവും ചേർത്ത് നന്നായിട്ട് വെള്ളമൊഴിച്ച് അരച്ചെടുക്കണം. ഒരു പാത്രത്തിൽ കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അതിന് വേവിച്ചെടുക്കണം. മുരിങ്ങയില പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്നതും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി തിളപ്പിക്കണം. പിന്നെ നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ അരപ്പ് ചേർത്തിട്ടുണ്ടല്ലോ അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ തിളപ്പിച്ചെടുക്കണം. അതുപോലെ ജീരകം ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി. ഒരു 10 മിനിറ്റ് തിളപ്പിക്കേണ്ടി വരുള്ളൂ. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു തടുക്കാ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടാകുമ്പോൾ അതിലൊരു ടീസ്പൂൺ കടുക് ഇട്ടിട്ട് കടുക് പൊട്ടുമ്പോൾ അതിൽ ഒരു വറ്റൽമുളക് പിച്ചിയിട്ടിട്ട് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അതിനെ നമ്മൾ ഈ കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മൺചട്ടി ആയതുകൊണ്ടാണ് കേട്ടുള്ളൂ ഈ ഗ്യാസ് ഓഫ് ചെയ്തിട്ടും കൂട്ടാൻ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച ശേഷം പിന്നെ വിളമ്പാൻ എടുത്തോളൂ. ചെറുപയർ പരിപ്പ് എടുക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ തോരപ്പരിപ്പ് കൊടുക്കാട്ടുള്ളൂ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.